യൂണിറ്റ് 6 ഡിക്രീസിംഗ് നമ്പേഴ്സ് ബാക്കി നോക്കാം. മാത്ത് ബോക്സ് ആണ്. കിച്ചു came below the banyan tree with the square sheets in the math box to play with his friends. See the picture എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാത്ത് ബോക്സിലെ സ്ക്വയർ ഷീറ്റുകളുമായിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ കിച്ചു ബനിയൻ ട്രീയുടെ ചോട്ടില് എത്തി. ഇവിടെ പിക്ചർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹൗ മെനി തൗസൻഡ്സ് ഇൻ ഇറ്റ്, ഹൗ മെനി ഹൺഡ്രഡ്സ്, ഹൗ മെനി ടെൻസ്, ഹൗ മെനി വൺസ്, വാട്ട് ഈസ് ദ നമ്പർ. പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സ്ക്വയർ ഷീറ്റ്സ് നോക്കുക. അതില് ആദ്യത്തെ സ്ക്വയർ ഷീറ്റില് തൗസൻഡ്സ് ആണ് ഉള്ളത് കേട്ടോ. അതായത് 100 വെച്ചിട്ട് 10 ആണ് കേട്ടോ. 10 ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാല് 1000 ആയല്ലോ. അങ്ങനെ എത്ര ഉണ്ട്? 2000s ഉണ്ട് കേട്ടോ. ഹൗ മെനി തൗസൻഡ്സ് ഇൻ ഇറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര എഴുതേണ്ടത്? 2 എന്ന് എഴുതുക. ഇനി എത്ര ഹൺഡ്രഡ്സ് ആണ്? 1 2 3. ചുവടെ നോക്കുക കേട്ടോ. 3 ഹൺഡ്രഡ്സ് അല്ലേ? 3 എന്ന് എഴുതുക. ഹൗ മെനി ടെൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ടെൻസ് ആ? 1 2 3 4. 4 ടെൻസ് അല്ലേ? 4 എന്ന് എഴുതുക. ദെൻ ഹൗ മെനി വൺസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 വൺസ് ആണ് അല്ലേ? വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ എത്രയാണ്? 2343 ആണ് അല്ലെ? 2343 ആണ് അല്ലെ നമ്പർ. മിനി കളേർഡ് 1251 ഓഫ് ദീസ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പസിൽ കോർണർ ആണ് കേട്ടോ. ഐ ആം ബിറ്റ്വീൻ 5000 and 8000. ഐ ആം ആൻ ഈവൻ നമ്പർ. ഡിജിറ്റ്സ് ആർ 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഹു ആം ഐ എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഞാൻ 5000നും 8000നും ഇടയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഞാനൊരു ഈവൺ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റുകള് തുടർച്ചയായ 4 സംഖ്യകളാണെന്നാ പറഞ്ഞിരിക്കുന്നത്. 4 അക്ക സംഖ്യ ആണല്ലോ എന്തായാലും. 5000ന്റെയും 8000ന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാല് 4 അക്ക സംഖ്യ വരിക. 5000 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് 5 കഴിഞ്ഞ പിന്നെ അടുത്ത നമ്പർ ഏതാ വരിക? 6 ആ വരിക അല്ലെ. 6 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ വരിക? 7 ആ വരിക. 7 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ വരിക? 8 ആണ് വരിക. അപ്പൊ നമ്പർ 5678 എന്ന് പറയുന്നത് ബിറ്റ്വീൻ 5000 8000 ആണ്. അതുപോലെ തന്നെ ഈവൺ നമ്പറും ആണ്. അതുപോലെ തന്നെ 4 ഡിജിറ്റ്സും എന്തെന്നെയാണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് അല്ലെ. ആൻസർ വരിക 5678 ആണ് കേട്ടോ. ലെറ്റ്സ് കളർ you to color the 1251 squares എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മിനി കളർ ചെയ്തു എന്ന് പറയലേ. നിങ്ങളും കളർ കൊടുക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. 1251 സ്ക്വയേഴ്സ് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഷീറ്റ്സ് എന്ന് പറയുന്നത് 1000ന്റെ ആണ് അല്ലെ. 1000 2 ഷീറ്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് 1000 കളർ ചെയ്താൽ മതി അല്ലെ. പിന്നെ 2 ഹൺഡ്രഡ്സ് കളർ ചെയ്യുക. പിന്നെ 5 ടെൻസ് കളർ ചെയ്യുക. പിന്നെ 1 കളർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെ കളർ ചെയ്യുക. എമംഗ് ദ സ്ക്വയേഴ്സ് നോട്ട് കളേർഡ്, അതായത് കളർ ചെയ്യാത്ത സ്ക്വയേഴ്സ് എത്ര ഉണ്ടെന്നാണ് കേട്ടോ. നമ്പർ ഓഫ് തൗസൻഡ്സ് എഴുതുക, നമ്പർ ഓഫ് ഹൺഡ്രഡ്സ് എഴുതുക, നമ്പർ ഓഫ് ടെൻസ്, നമ്പർ ഓഫ് വൺസ്, നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് കളർ ചെയ്യാത്ത സ്ക്വയേഴ്സ് എത്ര തൗസൻഡ്സ് ഉണ്ട്? 1 തൗസൻഡ്സ്. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 0 ഹൺഡ്രഡ്സ് ആണ് അല്ലെ. 2 ഹൺഡ്രഡ്സിന്റെ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പറും കളർ ചെയ്തു. നമ്പർ ഓഫ് ടെൻസ് എത്ര ഉണ്ട്? 9 ടെൻസ് ഉണ്ട്. നമ്പർ ഓഫ് വൺസ് എത്രയാണ്? 2 വൺസ് ആണ് അല്ലെ. അതായത് 2343 ഷീറ്റ്സ് ഓഫ് പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ കളർ ചെയ്ത് എത്രയാണ്? 1251 കളർ ചെയ്തു. അപ്പൊ കളർ ചെയ്യാത്ത കിട്ടിയില്ലേ. എത്രണ്ട് കളർ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് മൈനസ് ചെയ്യാം കേട്ടോ. എത്ര വരിക? ഫസ്റ്റ് വൺസ് കുറയ്ക്കാം. 3ൽ നിന്ന് 1 പോയാൽ 2 ആണ്. ദെൻ 4ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൺഡ്രഡ്സിൽ നിന്ന് 100 ബോറോ ചെയ്യണം. അപ്പൊ ടെൻസിലാവുമ്പോൾ നമുക്കറിയാം 100 എന്ന് പറഞ്ഞത് 10 ടെൻസ് ആണ് അല്ലെ. അപ്പൊ 10 ടെൻസും പിന്നെ ഓൾറെഡി അവിടെ 4 ടെൻസും ഉണ്ടല്ലോ. അപ്പൊ എത്രയായി? 14 ടെൻസ് ആയില്ലേ. 14 ടെൻസിൽ നിന്ന് 5 ടെൻസ് കുറച്ചാൽ എത്ര വരിക? 9 ടെൻസ് വരും. ദെൻ ഹൺഡ്രഡ്സിൽ ഇപ്പൊ എത്ര ഹൺഡ്രഡ്സേ ഉള്ളൂ? 3 ഹൺഡ്രഡ്സിൽ നിന്ന് ഒരു 100 ടെൻസിലോട്ട് ബോറോ ചെയ്തിരുന്നു അല്ലെ. 2 ഹൺഡ്രഡ്സേ ഉള്ളൂ ബാക്കി. 2 ഹൺഡ്രഡ്സിൽ നിന്ന് 2 ഹൺഡ്രഡ്സ് പോയാൽ എത്രയാ? 0 ഹൺഡ്രഡ്സ് ആയി. ദെൻ തൗസൻഡ്സിൽ എത്രയാണ്? 2000സിൽ നിന്ന് 1000 കുറച്ചാൽ 1000 ആണ് വരിക. അപ്പൊ ആൻസർ എത്രയാണ്? 1092 അല്ലേ. നെക്സ്റ്റ് സബ്ട്രാക്ട് ആണ്. സബ്ട്രാക്ട് 1812 ഫ്രം 3625 യൂസിങ് സ്ക്വയർ ഷീറ്റ്സ്. അതായത് 3625ൽ നിന്ന് 1812 സ്ക്വയർ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റൈറ്റ് ഹൗ യു സബ്ട്രാക്റ്റഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതെങ്ങനെയാണ് കുറച്ചത് എന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്വയർ ഷീറ്റ്സ് ഓഫ് പേപ്പർ നമ്മൾ മുകളിൽ കണ്ടില്ലേ, അതുപോലെ ഷീറ്റ്സ് ഓഫ് പേപ്പർ വരച്ച് നിങ്ങൾ കുറച്ച് കാണിക്കണം കേട്ടോ. ആൻസർ വരിക 3625 മൈനസ് 1812 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 1813 കിട്ടും കേട്ടോ. ഇലക്ട്രിസിറ്റി ബിൽ റീഡിംഗ് ഈസ് ഹയർ ദിസ് ടൈം എന്ന് പറയുന്നു കേട്ടോ. അതായത് മീറ്റർ റീഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അല്ലെ. എന്താണ്? തവണ റീഡിംഗ് കൂടുതലാണ് എന്ന് പറയാണ്. എവറിത്തിങ് ഷുഡ് ബി
switched off after use. ആവശ്യത്തിന് ശേഷം എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യണം എന്ന് പറയുകയാണ് അല്ലെ. At Kichu's home, the electricity meter reading this time is 4526. Last reading was 3845. കിച്ചുവിന്റെ വീട്ടിലെ ഈ മാസത്തെ ഇലക്ട്രിസിറ്റി റീഡിംഗ് 4526 ആണ്. മുൻ റീഡിംഗ് എത്രയാണ്? 3845 ആണ് കേട്ടോ. See how the use of electricity at Kichu's home is calculated. അതായത് കിച്ചുവിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കണക്കാക്കിയ രീതി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മെത്തേഡ് 1 മെത്തേഡ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കൂ. 4526 നിന്ന് 3845 കുറയ്ക്കാണ് വേണ്ടത് അല്ലെ. അപ്പൊ അതെങ്ങനെയാ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് 3845 കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3850 കിട്ടുക നോക്കി. അതായത് 5 ആഡ് ചെയ്യണം അല്ലെ. ദെൻ 3850 കൂടെ എത്ര ആഡ് ചെയ്താലാണ് തൊട്ടടുത്തുള്ള ഹൺഡ്രഡ്സിലേക്ക് നോക്കുകയാണ് കേട്ടോ. 3900 കിട്ടുക നോക്കി. അതായത് 50 ആഡ് ചെയ്യണം. ദെൻ 3900 കൂടെ എത്ര ആഡ് ചെയ്താലാണ് 4000 കിട്ടുക നോക്കുകയാണ്. 100 ആഡ് ചെയ്യണം. ദെൻ 4000 കൂടെ എത്ര ആഡ് ചെയ്താലാണ് 4526 കിട്ടുക നോക്കുകയാണ്. അതായത് 526 ആഡ് ചെയ്യണം അല്ലെ. 5 + 50 + 100 + 526 കൂട്ടിയാൽ പോരെ. അപ്പൊ എത്രയാ വരിക? ടോട്ടൽ 681 കിട്ടും അല്ലെ. അപ്പൊ എത്രയാണ് ഡിഫറൻസ്? 681 ആണ് അല്ലെ. സെക്കൻഡ് മെത്തേഡ് നോക്കാം. അവിടെ 4526നെ 4000 + 500 + 20 + 6 എന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് 3845 കുറയ്ക്കുകയാണ്. എങ്ങനെയാ കുറയ്ക്കുന്നത്? 3000 + 800 + 40 + 5 അങ്ങനെ എഴുതി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 6ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റും. 20ൽ നിന്ന് 40 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100ൽ നിന്ന് ഒരു 100 ബോറോ ചെയ്യാണ് കേട്ടോ. 500 നിന്ന് ഒരു 100 ബോറോ ചെയ്തു. അപ്പൊ എത്രയായി? 120 ആയി അല്ലെ. 100ഉം 20ഉം വന്നാൽ 120 ആയി. അപ്പൊ 100ൽ എത്രയായി? 400 ആയി. ദെൻ 1000ൽ 4000. അതായത് 4000 + 400 + 120 + 6 മൈനസ് 3000 + 800 + 40 + 5 എന്ന് എഴുതുകയാണ്. 6ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റും. 120ൽ നിന്ന് 14 കുറയ്ക്കാം. പക്ഷെ 400ൽ നിന്ന് 800 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 1000ൽ നിന്ന് 1000 ബോറോ ചെയ്യാണ് കേട്ടോ. 1000 ബോറോ ചെയ്തിങ്ങനെ എത്രയാ വരിക? 1000 കൂടെ ഒരു 400 കൂടി വന്നാൽ 1400 വരും അല്ലെ. റൈറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? 3000 + 1400 + 120 + 6 മൈനസ് 3000 + 800 + 40 + 5 എന്ന് എഴുതി കുറയ്ക്കുകയാണ്. അപ്പൊ 6ൽ നിന്ന് 5 കുറച്ചാൽ 1 കിട്ടും. 120ൽ നിന്ന് 40 കുറച്ചാൽ 8 കിട്ടും. 1400ൽ നിന്ന് 800 കുറച്ചാൽ 600 കിട്ടും അല്ലെ. 3000ൽ നിന്ന് 3000 പോയാൽ 0. അപ്പൊ 600 + 80 + 1 എന്ന് പറഞ്ഞത് എത്രയാ? 681. അവിടെ വേറെ കാണിച്ചിട്ടുണ്ട്. 4526ൽ നിന്ന് 3845 കുറയ്ക്കാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്തു? 4526ൽ നിന്ന് 3000 കുറച്ചു. അപ്പൊ 1526 കിട്ടി. 1526ൽ നിന്ന് 800 കുറച്ചു. 726 കിട്ടി. ദെൻ 726ൽ നിന്ന് 45 കുറച്ചു. 681 കിട്ടി കേട്ടോ. ക്യാൻ ആൾസോ റൈറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് 4526 മൈനസ് 3845 കുറയ്ക്കാൻ വേണ്ടി ചുവടെ ഇട്ടിട്ട് കുറയ്ക്കാം അല്ലെ. അപ്പൊ ഡിഫറൻസ് എത്രയാണ് വരിക? 681. അതാണ് കേട്ടോ അവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. മീറ്റർ റീഡിംഗ്. The electricity meter reading at the homes of some of Kichu's friends are given below. Fill up the blanks. കിച്ചുവിന്റെ ഫ്രണ്ട്സിന്റെ വീടുകളിലെ ഇലക്ട്രിസിറ്റി മീറ്റർ റീഡിംഗ് ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. വിട്ടുപോയത് ഫില്ലപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. നെയിം, മീറ്റർ റീഡിങ്, ഫെബ്രുവരിയിലെ മീറ്റർ റീഡിങ്ങും തന്നിട്ടുണ്ട്, ഏപ്രിലിൽ തന്നിട്ടുണ്ട്, ദെൻ യൂസേജ് ഫോർ 2 months അങ്ങനെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചിപ്പിയുടെ വീട്ടിലെ മീറ്റർ റീഡിംഗ് നോക്കാം. ഫെബ്രുവരിയിൽ 4215 ആണ്. ഏപ്രിലിൽ 4826 ആണ്. അപ്പൊ യൂസേജ് ഫോർ 2 months കാണണം. 2 മാസത്തെ ഇലക്ട്രിസിറ്റി ഉപയോഗമാണ് കാണേണ്ടത്. എന്ത് ചെയ്താൽ മതി? 4826ൽ നിന്ന് 4215 കുറച്ചാൽ മതി അല്ലേ. അപ്പൊ എത്രയാണ് വരിക? 611 വരും കേട്ടോ. നിങ്ങൾ കുറച്ച് നോക്കണം കേട്ടോ. അടുത്തത് നോക്കാം. ജീനയുടെ ഫെബ്രുവരിയിലെ റീഡിംഗ് നമുക്ക് തന്നിട്ടില്ല. ഏപ്രിലിൽ 5278 ആണ് തന്നിട്ടുണ്ട്. 2 മാസത്തെ ഉപയോഗം 400 ആണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 5278ൽ നിന്ന് 400 കുറച്ചാൽ മതി അല്ലേ. അപ്പൊ എത്രയാ വരിക? 4878 ആണ് വരിക അല്ലെ. ഫെബ്രുവരിയിലെ റീഡിംഗ് എത്രയാണ്? 4878 ആണ്. അടുത്തത് ഫാരിസിന്റെ 6970 ആണ് ഫെബ്രുവരിയിലെ റീഡിംഗ്. ഏപ്രിലിൽ 7340 ആണ്. അപ്പൊ യൂസേജ് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? 7340 മൈനസ് 6970 ചെയ്താൽ മതി. എത്രയാണ് വരിക? 370 ആണ് വരിക കേട്ടോ. ചെയ്ത് നോക്കുക. അടുത്തത് മിന്നിയുടെ മീറ്റർ റീഡിംഗ് ഫെബ്രുവരിയിൽ 5870 ആണ്. ഏപ്രിലിൽ തന്നിട്ടില്ല. 2 മാസത്തെ ഉപയോഗം 395 ആണ് തന്നു അല്ലെ. ഫെബ്രുവരിയിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഏപ്രിലിൽ എത്രയുണ്ടാവുക? 5870 കൂടെ 395 ആഡ് ചെയ്യണം അല്ലെ.
അപ്പൊ എത്രയാ വരിക? 6265. ഇൻ വിച്ച് ഹൗസ് ഹോൾഡ് വാസ് ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്? അതായത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചത് ആരുടെ വീട്ടിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ വീട്ടിലാണ്? ചിപ്പിയുടെ വീട്ടിലാണ് അല്ലെ. 611 അല്ലേ. Then what is the electricity meter reading at your house this month എന്നാ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഈ മാസത്തെ ഇലക്ട്രിസിറ്റി റീഡിംഗ് എത്രയാണ് അത് നിങ്ങൾ എഴുതുക കേട്ടോ. സർക്കസ്, ക്യാൻ വി ഗോ ടു ദ സർക്കസ് ടുഡേ ഡാഡ് എന്ന് ചോദിക്കുകയാണ് അല്ലെ. അതായത് അച്ഛൻ നമുക്കിന്ന് സർക്കസ് കാണാൻ പോയാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കുട്ടി. ഓക്കെ, വി വിൽ ഗോ ഇൻ ദ ഈവനിങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി, നമുക്കിന്ന് വൈകുന്നേരം പോകാം എന്ന് പറയുകയാണ് കേട്ടോ. അവിടെ ടിക്കറ്റിന്റെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 90 rupees ഫോർ ചിൽഡ്രൻ, 180 rupees ഫോർ അഡൾട്ട്സ് എന്നാണ് കേട്ടോ. അതായത് കുട്ടികൾക്ക് 90 rupees മുതിർന്നവർക്ക് 180 rupees തന്നിട്ടുണ്ട്. കിച്ചു ആൻഡ് ഫാമിലി റീച്ച് ദ സർക്കസ് ടെന്റ് ആൻഡ് ബോട്ട് ടിക്കറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മച്ച് ഫോർ ദ 4 persons എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 4 പേർക്കും കൂടി എത്രയായി എന്നാണ്. അപ്പൊ കിച്ചുവിന്റെ ഫാമിലിയിൽ നിന്ന് പോയത് ആരൊക്കെയാണ്? കിച്ചുവിന്റെ ഫാദറും മദറും പിന്നെ സിസ്റ്ററും കിച്ചും കൂടിയാണ് പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റിന്റെ റേറ്റ് എത്രയാണ്. ചിൽഡ്രന് 90 rupees അഡൽട്സിന് 180 rupees എന്ന് പറഞ്ഞാൽ ഇവിടെ 2 adultsഉം 2 childrenഉം ആണ് ഉള്ളത് അല്ലെ. 4 പേർക്കും കൂടി എത്രയായി എന്ന് ചോദിച്ചാൽ എങ്ങനെയാ കാണുക? ചിൽഡ്രന് എത്രയാണ്? 90 + 90 ചെയ്താൽ പോരെ. 90 + 90 എത്രയാണ് വരിക? 180 rupees ആണ് വരിക. അഡൽട്സിനുള്ള ടിക്കറ്റിന്റെ റേറ്റ് എത്രയാണ്? 180 ആണ് അല്ലെ ഒരാൾക്ക്. അപ്പൊ 180 + 180 ചെയ്യണം അല്ലെ. 180 180 ആഡ് ചെയ്താൽ എത്രയാ വരിക? 360 ആണ് വരിക അല്ലെ. 360യുടെ കൂടെ 180 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 540 കിട്ടും അല്ലെ. ഹൗ മച്ച് ഫോർ ദ 4 persons? അപ്പൊ എത്രയാണ്? 540 ആണ് അല്ലെ. ഗേവ് 2 500 rupee notes at the counter. How much did they get back? അതായത് 500 രൂപയുടെ 2 നോട്ടുകൾ കൗണ്ടറിൽ കൊടുത്തു. എത്ര ബാക്കി കിട്ടിയെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? 500ന്റെ 2 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 1000 rupees ആ കൊടുത്തിരിക്കുന്നത് അല്ലെ. 1000 rupeesൽ നിന്ന് 540 കുറയ്ക്കണം. എത്ര കിട്ടും? 460 ആണ് അല്ലെ. ബാക്കി കിട്ടുക 460 എന്ന് എഴുതുക കേട്ടോ. 1000ൽ നിന്ന് 540 കുറയ്ക്കാനുള്ള കുറച്ച് മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മെത്തേഡിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? 1000 - 540 ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? 540യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 1000 കിട്ടുക നോക്കുകയാണ് കേട്ടോ. 540 + 60 600 കിട്ടും. 600ന്റെ കൂടെ പിന്നെ ഒരു 400 ആഡ് ചെയ്താൽ 1000 കിട്ടും. അപ്പൊ എത്രയും മൊത്തം ആഡ് ചെയ്യണം? 60 + 400 അതായത് 460 കേട്ടോ. മെത്തേഡ് 2 നോക്കൂ. 1000 - 540 ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? 1000ൽ നിന്ന് ഫസ്റ്റ് 1 കുറച്ചു കേട്ടോ. അതായത് 999 എന്ന് എഴുതി. then 540ൽ നിന്നും 1 കുറച്ചു. 539 കിട്ടും. 599ൽ നിന്ന് 539 കുറയ്ക്കുകയാണ്. അപ്പൊ എത്രയാണ്? 460 കിട്ടും കേട്ടോ. മെത്തേഡ് 3 നോക്കുക. മെത്തേഡ് 3ൽ എങ്ങനെയാ? 1000 - 540 ചെയ്യാനായിട്ട് ഫസ്റ്റ് 1000ൽ നിന്ന് 500 കുറച്ചു. അപ്പൊ ബാക്കി 500. 500ൽ നിന്ന് 40 കുറച്ചു. 460 അങ്ങനെയും ചെയ്യാം. അടുത്തത് നമ്മള് thousands, hundreds, tens, ones അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ അതുപോലെ ചെയ്യാണ് കേട്ടോ. 1000ൽ നിന്ന് 540 കുറയ്ക്കുകയാണ് വരിക. 0ൽ നിന്ന് 0 പോയ 0. ടെൻസിൽ 0ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഹൺഡ്രഡ്സിൽ നിന്ന് 1 ബോറോ ചെയ്യാൻ പറ്റുമോ? ഹൺഡ്രഡ്സിന്റെ അവിടെയും 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1000ൽ നിന്ന് ഫസ്റ്റ് ഹൺഡ്രഡ്സിലേക്ക് ബോറോ ചെയ്യണം. അപ്പൊ എത്രയാ വരിക? അവിടെ 1000 ആണ് ബോറോ ചെയ്യുക അല്ലെ. ഹൺഡ്രഡ്സിന്റെ അവിടെ ഇപ്പൊ എത്രയായി മാറി? 10 hundreds ആണ് അല്ലെ. 1000 എന്ന് പറഞ്ഞാല് പിന്നെ ആ 10 hundredsiൽ നിന്ന് ഒരു 100 ടെൻസിലേക്ക് ബോറോ ചെയ്യാണ് അല്ലെ. അപ്പൊ ടെൻസിൽ ഇപ്പൊ എത്രയായി? 10 tens ആയി. ഹൺഡ്രഡ്സിൽ എത്രയായി? 9 hundreds ആയി. ദെൻ കുറയ്ക്കുകയാണ് കേട്ടോ. 10ൽ നിന്ന് 4 കുറച്ചാല് 6, 9ൽ നിന്ന് 5 കുറച്ചാല് 4 കേട്ടോ. അങ്ങനെ 460. വി ക്യാൻ ആൾസോ റൈറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. 1000 - 540 നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ കുറയ്ക്കുക കേട്ടോ. 460 കിട്ടും. ഇനി അവിടെ ബോക്സിൽ നമുക്ക് നോക്കാം. 1000 - 100 = 900. 1000 - 500 = എത്രയാ? 500. 1000 - 250 = 750. 1000 - 820 = എത്രയാ? 180. 1000 - 990 = 10. The notes and coins ആണ്. Write the amount got back at the circus as notes and coins എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സർക്കസിൽ നിന്ന് തിരികെ ലഭിച്ച എമൗണ്ട് നോട്ടുകളായിട്ടും കോയിൻസുമായിട്ടും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഹൗ മെനി നോട്ട്സ്, ഹൗ മെനി കോയിൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര നോട്ട്സും എത്ര കോയിൻസും ആണ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. എത്ര നോട്ട്സ് ആണ്? 4 നോട്ട്സും. എത്ര കോയിൻസ് ആണ്? 3 കോയിൻസും ആണ് അല്ലെ. If it was just 100 rupee notes and 10 rupee notes, how many notes would they have got എന്നാണ് കേട്ടോ. സർക്കസിൽ നിന്ന് തിരികെ കിട്ടിയ കാശ് 100 rupee നോട്ട്സും 10 rupee നോട്ട്സും ആയിരുന്നെങ്കിൽ എത്ര നോട്ട്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. എത്ര രൂപയാണ് അവർക്ക് സർക്കസിൽ നിന്ന് ബാക്കി കിട്ടിയത്? 460 rupees ആണ് അല്ലെ. ആ 460 rupees 100 rupee നോട്ടും 10 rupee നോട്ടും ആയിട്ടാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ എത്ര നോട്ട്സ് കിട്ടാം എന്നാണ് കേട്ടോ. അതായത് 100 rupee നോട്ട്സ് 4 എണ്ണവും
10 rupee നോട്ട്സ് 6 ആയിക്കഴിഞ്ഞാൽ 460 ആയല്ലോ, ഒന്നുമില്ലെങ്കിൽ അതായിരിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് എത്രയാ? 10 നോട്ട്സ് ആണ് അല്ലെ. അടുത്തത് 100 rupee നോട്ട്സ് 3ഉം 10 rupee നോട്ട്സ് 16ഉമായിട്ട് കിട്ടുക അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് നോട്ട്സ് വരിക? 90 നോട്ട്സ് ആണ് അല്ലെ. അല്ലെങ്കിൽ 100 rupee നോട്ട്സ് 2 10 rupee നോട്ട്സ് 26 ആണെങ്കിൽ നമ്പർ ഓഫ് നോട്ട്സ് എത്രയാ? 28 അല്ലെ. അല്ലെങ്കിൽ 100 rupee നോട്ട് 1ഉം 10 rupee നോട്ട്സ് 36 കിട്ടുകയാണെങ്കിലും നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണ്? 37 ആണ് അല്ലെ. ഇങ്ങനെ 4 രീതിയിൽ 460 rupees 100 rupee ആയിട്ടും 10 rupee ആയിട്ടും കിട്ടാം അല്ലെ. ഇഫ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഈസ് ടു ബി 10, വിച്ച് നോട്ട്സ് മസ്റ്റ് ബി യൂസ്ഡ് ആൻഡ് ഹൗ മെനി ഓഫ് ഈച്ച് എന്നാണ് കേട്ടോ. 460 ബാലൻസ് കിട്ടിയത് 10 നോട്ട്സ് ആയിട്ടാണെങ്കിൽ ഏതൊക്കെ ഡിനോമിനേഷനിലെ നോട്ട്സ് ആയിരിക്കും, അതുപോലെ ഓരോന്നും എത്രണ്ണം വീതം എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ 460 rupeesഉം ബാലൻസ് കിട്ടിയിരിക്കുന്നത് 10 നോട്ട്സ് ആയിട്ടാണെങ്കിൽ 100 rupee നോട്ട് 4 എണ്ണവും 10 rupee നോട്ട്സ് 6ഉം ആയാൽ നമ്പർ ഓഫ് നോട്ട്സ് 10 ആയി, 460 ആയി അല്ലേ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.